ഇപ്പോൾ ആർ എസ് എസിൻ്റെ പരിപാടിയിൽ ബി സിമാർ പങ്കെടുക്കാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഉടനടി ആർ എസിൻ്റെ പരിപാടിയിൽ ബി സിമാർ പങ്കെടുക്കാൻ പാടില്ല എന്ന് നിസ്സംശയം നമുക്ക് മറുപടി ഉണ്ടാകും അല്ലേ. അതായത് ആർ എസ് എസ് ഒരു രാഷ്ട്രീയ സംഘടനയാണ്. അവർ രാഷ്ട്രീയ സംഘടനയല്ല, ഞങ്ങളൊരു സാംസ്കാരിക സംഘടനയാണെന്ന് പറയുമെങ്കിലും അവർക്ക് തന്നെയും അറിയാം, എല്ലാവർക്കും അറിയാം അതൊരു രാഷ്ട്രീയ സംഘടനയാണ്. അതിപ്പോൾ രാജ്യം ഭരിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള ബി ജെ പിയുടെ പിന്നിലത്തെ വലിയൊരു സംഘടനയാണ് ആർ എസ് എസ്, രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്നെല്ലാവർക്കും അറിയാം. അതായത് ബജ്രംഗ് ദൾ തൊട്ട് ബി ജെ പി വരെയും പിന്നെ പലതായിട്ട് ഒരുപാട് സംഘടനകളുടെ ഒരു അംബ്രല്ല ഓർഗനൈസേഷനാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ്, ആർ എസ് എസ്, സംഘപരിവാർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ സംഘടന എന്നെല്ലാവർക്കും അറിയാം. ലോകത്ത് തന്നെ ഏറ്റവും വലിയ സംഘടനകളിലൊന്നാണ്. അത് വളരെ സവിശേഷതയാർന്ന സംഘടനയാണ്, ഒക്കെ നമുക്കറിയാം. പക്ഷേ ആർ എസ് എസ് രാഷ്ട്രീയ സംഘടനയാണ്. അവർക്കൊരു രാഷ്ട്രീയ നയനിലപാടുകളുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ഐഡിയോളജി ഹിന്ദുത്വ എന്നുള്ളതാണ്. നാഷണലിസം, അതായത് ഹിന്ദുത്വ നാഷണലിസമാണ് അവരുടെ ഐഡിയോളജി എന്ന് നമുക്കറിയാം. എന്നാൽ ഈ സംഘടനയുടെ രാഷ്ട്രീയ നയനിലപാടുകൾ ഒട്ടും യോജിക്കാത്ത നിരവധിയായിട്ടുള്ള ആളുകൾ രാജ്യത്തെപ്പാടും തന്നെയുണ്ട്. കേരളത്തിലാണെങ്കിൽ അവരുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ്. കാരണം കേരളത്തിലെ ജനത ഇതിൽ ഇപ്പോൾ 12% വോട്ടാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയത്. ബി ജെ പിയാണ് ആർ എസ് എസിൻ്റെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഘടന, രാഷ്ട്രീയ പാർട്ടി, എല്ലാവർക്കും അറിയാം. എന്നാൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന മുഴുവൻ ആളുകളും ആർ എസ് എസിനോട് സ്നേഹമുള്ള ആൾക്കാരാവണമെന്നില്ല. പക്ഷേ എങ്കിലും നമ്മളൊരു മാർക്കിന് വേണ്ടി എടുത്താൽ 12% ആർ എസ് എസിൻ്റെ ഐഡിയോളജി ബാക്ക് ചെയ്യുന്ന ബി ജെ പിക്ക് കിട്ടിയ വോട്ട് എന്ന് വെച്ചാൽ ഇവിടുത്തെ 12%. 88% പേര് അതിൻ്റെ ഓപ്പോസിറ്റുള്ള പാർട്ടികൾക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ബഹുഭൂരിപക്ഷം ആളുകളുടെയും മനസ്സിൽ ആർ എസ് എസ് നോട് അനുകൂല നിലപാടല്ല ഉള്ളത്. അവരുടെ ഹിന്ദുത്വ ഐഡിയോളജി അനുകൂല നിലപാടല്ല ഉള്ളത്. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന മനുഷ്യർ ആർ എസ് എസിനെ അത്ര വലിയൊരു സംഭവമായിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളോടും യോജിപ്പുള്ള ആളുകളായിട്ട് കാണുന്നില്ല. അപ്പോൾ കേരളത്തിൽ ഉറപ്പായിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്ന ആർ എസ് എസിൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് എല്ലാവരാലും സർവ്വസമ്മതമായൊരു കാര്യമല്ല. അപ്പോൾ അവിടേക്ക് ചെന്നിട്ട് നമ്മുടെ സർവകലാശാലകളെ നയിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മുടെ കുട്ടികളെ എന്ന് വെച്ചാൽ ഈ പറയുന്ന 82 ഇവർക്ക് വോട്ട് ചെയ്യുന്ന 12%, അപ്പുറത്തുള്ള 88% അടങ്ങുന്ന എല്ലാ ആളുകളുടെയും വീട്ടുകളിലെ കുട്ടികളെ പഠിപ്പിക്കേണ്ടുന്ന ചുമതലയുള്ള ബി സിമാർ ഇങ്ങനെ ഒരു പ്രത്യക്ഷ രാഷ്ട്രീയം തന്നെയുള്ള, അതിനകത്ത് മതപരമായിട്ടുള്ളൊരു സംഗതി കൂടെയുള്ള, എന്ന് വെച്ചാൽ ഹിന്ദുത്വ എന്ന മതപരവും കൂടെ ആയിട്ടുള്ളൊരു സംഗതിയോട് ചേർന്ന് നിൽക്കുന്ന ഈ സംഘടനയുടെ പരിപാടിക്ക് പോകണമെന്ന് വെച്ചാൽ ഏത് കുട്ടിയും എഴുന്നേറ്റെന്ന് പറയുക പാടില്ല 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 എന്നാണ് പറയുക. ഇപ്പോൾ കെ സുരേന്ദ്രൻ പറയും, ആർ എസ് എസിൻ്റെ നേതാക്കൾ പറയും, ആർ എസ് എസിൻ്റെ ശാഖയ്ക്ക് വന്ന കുട്ടികൾ പറയും, ആർ എസ് എസിനോട് അനുഭവവും സ്നേഹമുള്ള ആളുകളെല്ലാം പറയും ബി സിമാർ വന്നത് സന്തോഷകരമാണ്, ബി സിമാർ വന്നത് നന്നായി. പക്ഷേ നിർഭാഗ്യവശാൽ അവരേറ്റവും കൂടിയാൽ 18% പേര് മാത്രമേ ഉള്ളൂ. അവരുടെ ഐഡിയ അല്ല മറ്റുള്ളവർക്കുള്ളത്. അവരെ എതിർക്കുന്ന ഐഡിയക്കാണ് ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആർ എസ് എസ്സുകാർക്ക്, ആർ എസ് എസിനെ വളരെ ഒരു വന്ധ്യമായിട്ടുള്ള സംഘടനയായി കാണുന്ന ആളുകൾക്ക് ഇതെല്ലാം വളരെ സന്തോഷം നൽകുമെങ്കിലും വൈസ് ചാൻസലർ സ്ഥാനത്തിരിക്കുമ്പോൾ അവിടെ പോകാൻ പാടില്ല എന്നത് പോകുന്നത് അക്ഷന്തവ്യമായിട്ടുള്ള കുറ്റമാണ്. പോകരുത് എന്നത് കരിങ്കലിൽ എഴുതിയ പോലത്തെ ഒരു വസ്തുതയായിട്ട് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ മറ്റൊരു കാര്യം കൂടെ നോക്കിയാൽ, നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു, മറ്റൊരു കാര്യം കൂടെ നോക്കിയാൽ നമുക്ക് ഈ സർക്കാരിനെ ലീഡ് ചെയ്യുന്ന ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയാണ്. സർക്കാരിൻ്റെ പരിപാടിയിൽ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള മന്ത്രിമാർ തന്നെ ഉണ്ടാവുക. അവിടെ ഏത് വി സിമാർക്കും പോകാം, ഏത് അധ്യാപകർക്കും പോകാം, എങ്ങനെയും പോകാം, എന്ത് പരിപാടി നടത്താം. കാരണം സർക്കാർ എന്നത് ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇവരുടെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ആർ എസ് എസിനെയും കോൺഗ്രസിനെയൊക്കെ എതിർക്കുന്ന പിണറായി വിജയൻ്റെയും മന്ത്രിമാരല്ലേ ഉണ്ടായിരുന്നത്. അവരുടെ മന്ത്രിമാരായിരിക്കുമ്പോൾ മുഖ്യമന്ത്രി വിളിക്കുന്ന ഒരു സർക്കാരിൻ്റെ പരിപാടിയിൽ വി സിമാർക്കൊക്കെ ചെല്ലാം. പക്ഷേ സി പി എമ്മിൻ്റെ പരിപാടിയിൽ അവർക്ക് ചെല്ലാൻ പാടില്ല, ഈ കോൺഗ്രസിൻ്റെ പരിപാടിയിൽ ഇവർക്ക് ചെല്ലാൻ പാടില്ല. അത് ഇതിനെ വന്ധ്യമായിട്ടുള്ള അകലം വെച്ചുകൊണ്ട്, ഒരു ബഹുമാന്യമായിട്ടുള്ള അകലം വെച്ചുകൊണ്ട് ഈ സംവിധാനങ്ങളെ വേർപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്ത തന്നെയും. ആർ എസ് എസ് വലിയ സംഘടനയാണ്, രാജ്യം ഭരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അഹങ്കാരമുള്ളതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് എല്ലാവരും വരട്ടെ, ഞങ്ങൾക്ക് ഈ പറയുന്ന മാന്യതയൊന്നും പാലിക്കേണ്ട കാര്യമില്ല എന്ന് അവർ തീരുമാനമെടുത്താൽ ചെന്ന് അവരെ വഴക്കിട്ട് തിരുത്താനൊന്നും പറ്റില്ലല്ലോ. അവർ കാണിക്കേണ്ടതൊരു മാന്യതയാണ്. ഇപ്പോൾ ആർ എസ് എസിൻ്റെ സർസംഘചാലക് പറയുകയാണ്, ഞങ്ങൾ എന്തായാലും രാഷ്ട്രീയമായിട്ടൊക്കെ നിൽക്കുന്ന ഒരു സംഘടനയാണല്ലോ, ഇതിനൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണല്ലോ, നിങ്ങൾ ഞങ്ങളുടെ സംഘടനക്കകത്ത് അപ്പുറത്തുള്ള കുട്ടികളെ കൂടെ പഠിപ്പിക്കുന്ന ഒരു വിശാല സംവിധാനത്തിൻ്റെ ഭാഗമായിരിക്കുന്ന വി സിമാർ ഇങ്ങോട്ട് വരേണ്ട കേട്ടോ, നമ്മളുടെ ആശയവിനിമയം നമുക്ക് വേറെ നടത്താമല്ലോ എന്ന് സർസംഘചാലക് സ്ഥാനത്തിരിക്കുന്ന മോഹൻ ഭഗവത് എന്ന നേതാവ് തന്നെയും പറഞ്ഞിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നും. കാരണം അതാണല്ലോ ഒരു മാന്യമായിട്ടുള്ള വന്ധ്യമായിട്ടുള്ള ഒരു സദസ്സിലിരിക്കുമ്പോൾ ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ ചെയ്യേണ്ടുന്നൊരു കാര്യം. ഇതിൻ്റെയെല്ലാം വേർപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണ് ഈ രാജ്യത്തിനകത്ത് വർക്ക് ചെയ്യാണ്. ഞങ്ങൾ ഇങ്ങനെ മാറിയിരിക്കുന്ന ഒരു സംഘടനയാണ്, ഞങ്ങളെ എതിർക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെ കൂടെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ആളുണ്ടല്ലോ. ആർ എസ് എസിന് എത്ര ആളുകളുണ്ട്, IAS മുതൽ എത്ര ആളുകളുണ്ട്, വലിയ സമ്പന്നരായിട്ടുള്ള ആളുകൾ, വലിയ സിനിമാ താരങ്ങൾ, വലിയ പട്ടാളക്കാർ, വലിയ സൂപ്പർ താരങ്ങൾ, അത്ലറ്റിക്സ്. അവരുടെ കൂടെ ഇല്ലാത്ത ആളുകളില്ല.
അപ്പോൾ അവരെല്ലാവരും ഉണ്ടല്ലോ, ഇപ്പോൾ ഈ സംവിധാനത്തെ നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല എന്ന് അവർ വിചാരിക്കുകയാണ് വേണ്ടത്. അത് വിചാരം ഉണ്ടായിട്ടില്ല എന്നതാണ് അതിലെ ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം. അത് പാടില്ലായിരുന്നു. ഒരു സർക്കാരുകൾ, ഇവിടെ കോൺഗ്രസ്സുകാരങ്ങനെ ചെയ്യാറില്ല, ഇവിടെ CPM അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ കേരളത്തിൽ 12% മാത്രമുള്ള BJP-ക്കാർ, BJP ലീഡർ രാജീവ് ചന്ദ്രശേഖർ പോയിട്ട് ഭഗവത്ജി അങ്ങ് ഈ പരിപാടിയിലേക്ക് ഇവരെ വിളിക്കരുത് കേട്ടോ, അത് ഇവിടുത്തെ ഒരു സംവിധാനത്തിന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും, നമ്മൾ കാണിക്കുന്നൊരു അമാന്യമായിട്ടുള്ള കാര്യമായിട്ട് എണ്ണപ്പെടും എന്നൊക്കെ പറഞ്ഞത് തിരുത്തിക്കാമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, അത് പറ്റില്ല എന്നവർ പറഞ്ഞു. അവിടെ ഏതായാലും പോയി. VC-മാർക്കാണെങ്കിൽ ആ ഒരു കോമൺ സെൻസ് ഇല്ലാതാവുകയും ചെയ്തു. എന്ത് ചെയ്യാൻ പറ്റും, ആളുകളുടെ രാഷ്ട്രീയമായിട്ടുള്ള അലീജിയൻസ്, അവരുടെ കോമൺ സെൻസിനെ അതിലംഘിക്കുന്ന സംഭവങ്ങൾ മുമ്പും പിമ്പും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിവിടെ എത്തുമ്പോഴേക്കും VC-മാർക്ക് തോന്നുകയാണ് ഞങ്ങൾ മഹാന്മാരാണ്, ഞങ്ങൾ RSSൻ്റെ പരിപാടി പോകും, ഞങ്ങളുടെ പ്രിയങ്കരമായ സംഘടനയാണുള്ളത്, ഞങ്ങൾ പോകും, ഞങ്ങൾക്ക് ഭഗവത്ജിയോട് എത്രമാത്രം വലിയ ആരാധനയുണ്ട്, RSSനോട് എത്രമാത്രം വലിയ അദമ്യമായിട്ടുള്ള ആരാധന ഞങ്ങൾക്കുണ്ട്, അപ്പോൾ ഞങ്ങളവിടെ പോകും എന്ന് അവർ തീരുമാനിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും?